കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിന്റെ സന്ദേശം അറിയിച്ചുള്ള ജലഘോഷയാത്രയ്ക്ക് തുടക്കമായിട്ടുണ്ട്. DTPC ടൂറിസം ബോട്ട് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സാമ്പ്രാണിക്കോടിയിൽ നിന്ന് കൊല്ലം ബോട്ട് ജെട്ടിയിലേക്കാണ് യാത്ര. അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. അരുൺ, ഈ യാത്ര കൊല്ലം ബോട്ട് ജെട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? പ്രവിധ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് ആരംഭിച്ച CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സന്ദേശം അറിയിച്ചുകൊണ്ടുള്ള ജലഘോഷയാത്രയാണ് ഈ കടന്നു വരുന്നത്. സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് ആരംഭിച്ചതേയുള്ളൂ. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്ത ഈ ജലഘോഷയാത്രയാണ് ഈ കടന്നു വരുന്നത്. സാമ്പ്രാണിക്കൊടിയിലെ KTDCയുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ CATU ജീവനക്കാരുടെ ആഭിമുഖ്യത്തിലാണ് ഈ ജാഥ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ തന്നെ അഷ്ടമുടിയുടെ ഓളപ്പരപ്പുകളിലൂടെ അങ്ങനെ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ ജാഥ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ CPM അതിന്റെ ഈ സംസ്ഥാന സമ്മേളനം ഓരോ ഇടങ്ങളിലും ഓരോ ഭാഗങ്ങളിലും ആ സമ്മേളനത്തിന്റെ സന്ദേശം വിവിധ തലങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ ഉയർത്തിക്കാട്ടുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മീൻപിടുത്തം. അതിന് സമാന്തരമായി തന്നെ ഇപ്പോൾ ഈ ജലഘോഷയാത്ര, അത് മത്സ്യത്തൊഴിലാളി മേഖലയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് കൊല്ലം. അതിന്റെ കൂടി സന്ദേശവും അതിന്റെ കൂടി ആഭിമുഖ്യത്തിലുമാണ് ഈ ടൂറിസം വകുപ്പിൽ ജോലി ചെയ്യുന്ന ടൂറിസത്തിന്റെ ഭാഗമായുള്ള സംഘടനാ സംവിധാനങ്ങളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണം ഇപ്പോൾ നടത്തുന്നത്. അഷ്ടമുടിയുടെ ഓളപ്പരപ്പുകളിലൂടെ ഈ കടന്നു വരുന്നത് ഈ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സന്ദേശം അറിയിച്ചുകൊണ്ടുള്ള ഈ ജലഘോഷയാത്രയാണ്. ഇങ്ങനെ അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് കൊല്ലം ബോട്ട് ജെട്ടിയിലെത്തും. അവിടെ വെച്ചായിരിക്കും ഇതിന്റെ സമാപനം ഉണ്ടാവുക. എന്തായാലും CPM സംസ്ഥാന സമ്മേളനത്തിന് മണിക്കൂറുകൾ മാത്രം, ആ പതാക ഉയരുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അതിന്റെ സന്ദേശം ഓരോ ഇടങ്ങളിലും ഓരോ മുക്കിനും മൂലയിലും കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് CPM പ്രവർത്തകരും CPM എല്ലാ നേതാക്കന്മാരും ശ്രദ്ധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ ജലഘോഷയാത്ര ഇപ്പോൾ നടത്തുന്നത്. നേരത്തെ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM PB അംഗം MA ബേബി പറഞ്ഞത് ആഴക്കടൽ മണൽ ഖനനം അടക്കമുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുന്ന മത്സ്യമേഖലയെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമാണ് CPM ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതുകൂടി ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നീണ്ട നിര, ഈ മത്സ്യത്തൊഴിലാളികളുടെ നീണ്ട നിര, ഈ ടൂറിസം വകുപ്പിന്റെ ജീവനക്കാർ അത് CATUവിന്റെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ അത് ഈ ജലഘോഷയാത്ര ഒരു വലിയ വിജയമായി തന്നെ മാറുന്ന കാഴ്ചയാണ്. അഷ്ടമുടിയുടെ ഓളപ്പരപ്പുകളിൽ ചുവന്ന കൊടികൾ നിറച്ചുകൊണ്ടുള്ള ഈ ബോട്ടുകൾ, ടൂറിസം ബോട്ടുകളാണ് ഈ കടന്നു വരുന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ജനവിഭാഗം ഇതിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതും ഈ ജലഘോഷയാത്രയുടെ പ്രത്യേകതയാണ്. അരുൺ, എല്ലാ നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ധനമന്ത്രി അദ്ദേഹത്തിന്റെ ജില്ല കൂടിയാണ്. ദിവസങ്ങളായി അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചെയ്ത് ഏറ്റവും വലിയ ഒരു വിജയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതൊക്കെ നേതാക്കളാണ് അവിടെയുള്ളത്? ഈ ജലഘോഷയാത്രയുടെ സ്വീകരണം ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? CPM സംബന്ധിച്ച് കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ് കൊല്ലം. CPM ഓരോ താഴെത്തട്ടിലും അതിന്റെ സംഘടനാ കേഡർ ചലിപ്പിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് കൊല്ലത്തെ CPM. അതുകൊണ്ട് തന്നെ CPM സംസ്ഥാന നേതാക്കൾ, ജില്ലാ നേതാക്കൾ അടക്കം കഴിഞ്ഞ 2 മാസക്കാലമായി ഈ ജില്ലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയതാണ്. നമ്മൾ കണ്ടതാണ്. ഈ ജില്ലയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ധനമന്ത്രി KN ബാലഗോപാൽ നേരിട്ട കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. ഇന്ന് നിയമസഭാ സമ്മേളനം ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചതാണ്. എന്തായാലും ഈ ജലഘോഷയാത്ര ഇവിടെ ഉദ്ഘാടനം ചെയ്തത് MA ബേബി, CPM PB അംഗം കൂടിയായ MA ബേബിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തത്. CATU നേതാവ് കൂടിയായ J മേഴ്സിക്കുട്ടിയമ്മയും അതുപോലെ S ജയമോഹനും ഈ ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ ജലഘോഷയാത്ര കൊല്ലം ബോട്ട് ജെട്ടിയിലേക്ക് എത്തുമ്പോൾ അവിടെ CPM നേതാക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം അടക്കം നൽകും. എന്തായാലും ഈ സന്ദേശം, CPM സംസ്ഥാന സമ്മേളന സന്ദേശം, അത് എല്ലാ മേഖലയും, സാമ്പ്രാണിക്കൊടി കൊല്ലത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ ചേർക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൊല്ലം ബോട്ട് ജെട്ടിയിലേക്ക്, അത് കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ അത് അടയാളപ്പെടുത്തുന്ന കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണം സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് കൊല്ലം ബോട്ട് ജെട്ടിയിലേക്ക് നടത്താനുള്ള തീരുമാനം കൂടി CPM എടുത്തത്. CATUവിന്റെ ആഭിമുഖ്യത്തിലാണ്, ഈ സാമ്പ്രാണിക്കൊടിയിലെ CATU യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ ദൂരത്തിൽ തന്നെ ഇങ്ങനെ ജലയാനങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് ആ ജലയാനങ്ങൾ ഇങ്ങനെ കൊല്ലം ബോട്ട് ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.